ഞാൻ ഇന്ന് എറണാകുളത്ത് ഒരു ആവശ്യത്തിനായിട്ട് പോയിട്ടുണ്ടായി. അപ്പോൾ നോക്കിയപ്പോൾ റോഡ് സൈഡിൽ ഞാൻ കണ്ട് 2 എണ്ണം 150 രൂപയ്ക്ക്, പിന്നെ 3 എണ്ണം എടുക്കുകയാണെങ്കിൽ 210 രൂപയ്ക്ക്. അങ്ങനെ ഞാൻ 2 ബോക്സ് 150 രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ടായി. എന്നിട്ട് ഞാൻ വിചാരിച്ച് ഇത് വെച്ചിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാൻ ഇതെടുത്തിട്ട് നല്ലപോലെ കഴുകിയിട്ട് അത് നല്ലപോലെ ക്ലീൻ ചെയ്ത് കഴുകിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഡയറി മിൽക്ക് എടുത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഒന്ന് ചൂടാക്കുന്നുണ്ട് കേട്ടോ. ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ ഐറ്റം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ വൈറലായ ചോക്ലേറ്റ് വിത്ത് സ്ട്രോബെറി, അതാട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണേ. അങ്ങനെ ഞാൻ സ്ട്രോബെറി ഇതുപോലെ ആയിട്ട് അരിഞ്ഞെടുക്കണേ. ഒരു സ്ട്രോബെറി 3 എണ്ണമൊക്കെ ആക്കിയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് ഇടാം. ഞാൻ ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത്. വെറൈറ്റിക്ക് ഇങ്ങനെ പിടിച്ചു. ഓക്കെ, എന്നിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇങ്ങനെ അരിഞ്ഞിച്ചത് ഒരേ പീസസായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ചോക്ലേറ്റ് അണ്ടയിലേക്ക് ഒഴിക്കാൻ പോണത്. പിന്നെ ഈ ഡബിൾ ബോയിൽ ചെയ്തുമ്പോൾ ഞാൻ അതിലേക്ക് ഡയറി മിൽക്കിൻ്റെ കൂടെ ഒരു സ്പൂൺ നല്ല ഹോട്ട് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടായി കേട്ടോ. എന്നിട്ടാണ് ഒന്ന് മെൽറ്റാക്കി എടുക്കണേ. എന്നിട്ട് ഈ ഒരു തിക്കിൽ നമുക്ക് ആ സ്ട്രോബെറിയുടെ മീതേക്ക് ഇത് ഒഴിച്ചെടുക്കാം. വേണമെങ്കിൽ ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായില്ല. പിന്നെ കഴിക്കാനുള്ള കൊതി കൊണ്ട് ഞാൻ അപ്പം തന്നെ ടേസ്റ്റാക്കി. നിങ്ങൾ വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് കഴിച്ചാലും മതി കേട്ടോ. ടേസ്റ്റ് അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. മസ്റ്റ് ട്രൈ കേട്ടോ.